അപ്പ അവിടെ വെച്ചിട്ട് സൗദിയിൽ വെച്ചിട്ട് തലയിൽ കൈവച്ചു ചതിച്ചു. ഞാൻ വെക്കുന്ന മീൻ കറിയാണ്. വില പരിചയ കുറവ് തോന്നുന്നുണ്ട് ഇവിടെ വന്നപ്പോ. ആളെ നമ്മുടെ വീട്ടിലെല്ലാം കാണാൻ പടാൾക്ക്. അതെ, നമ്മുടെ സൂര്യൻ ഈ വീടാണ്. അതിന് ചുറ്റും ഇങ്ങനെ ഭൂമിയിലെ പോലെ നമ്മൾ കറങ്ങിക്കൊണ്ടിരിക്കും. അവനാണ് കേട്ടോ സിദ്ധാർത്ഥ്. ശാലിനി ഉണ്ടാക്കുന്ന കറികൾ രുചി നോക്കി പറയുന്നത് ആളാണ്. ഒരു ഗസ്റ്റ് ഉണ്ട്. 2 ലക്ഷം രൂപ ചിലവാക്കി നമ്മൾ കൊണ്ടുപോകണം. അപ്പൊ പിടിച്ച പിടിയാ, പിന്നെ ഇതുവരെ വിട്ടിട്ടില്ല. അപ്പൊ അമ്പലപ്പുഴ ചാളക്കുട്ടൻ ചേട്ടാ അങ്ങനെ ചൂട്ടോടെ കഴിക്കില്ല, നിങ്ങൾക്ക് അറിയാലോ. ഞങ്ങളിവിടെ തൃശ്ശൂർ ഭാഷ ചാളക്കറി. പ്രിയപ്പെട്ടവരെ നമസ്കാരം. നമ്മൾ ഒരാളെ പ്രതീക്ഷിച്ചിരിക്കുകയാണ് കേട്ടോ. അവർ ഗുരുവായൂർ നിന്നാണ് വരുന്നത്. എവിടെയുള്ളവരാന്ന് ഞാൻ ചോദിച്ചില്ല കൃത്യമായിട്ട്. നമ്മുടെ സബ്സ്ക്രൈബറാണ്. സൗദിയിൽ നിന്നാണെന്നാണ് പറഞ്ഞത്. കൃത്യമായിട്ട് അറിയില്ല. അപ്പോൾ അവർക്ക് വഴി അറിയില്ല. നമ്മുടെ സ്ഥലത്തിൻ്റെ വഴിയൊക്കെ പറഞ്ഞു കൊടുത്തിട്ടുണ്ട്. കമ്പി വഴിക്ക് എത്തിയുന്നുണ്ട്. അയ്യോ, എൻ്റെ ഫോൺ എടുത്തില്ല. ഇനി ഫോണിലേക്ക് ഞാൻ വിളിച്ചു കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ ഇല്ല, അതൊരു ഓട്ടോറിക്ഷയാണ്. ഓട്ടോറിക്ഷ അതേ കാറിൻ്റെ അവർക്ക് വഴി മനസ്സിലായിരിക്കുന്നു. അതായിരുന്നു ഇതിനാ. യെസ് ഇവിടെ വയ്ക്കില്ല. അപ്പോൾ ഓട്ടോ അവിടുന്ന് വഴി അറിയാൻ ഇവരുണ്ട്. ഓട്ടോറിക്ഷ മുൻപിൽ വന്നത് ഓട്ടോറിക്ഷ വഴി അറിയാണ്ട് ഓട്ടോറിക്ഷക്കാരന് ഓട്ടോറിക്ഷയിൽ അവിടെ കയറി ഇവരോട് പോകുന്നു. അപ്പോൾ നമ്മൾ ഇതാണ് സജീവ് കേട്ടോ. ആളെ വീട് അമ്പലപ്പുഴയാണ്. കരുമാടിക്കുട്ടൻ്റെ പ്രതിമ നിൽക്കണതിൻ്റെ തൊട്ടടുത്താണ് വീട്. അപ്പോൾ ആള് ആലോചിക്കണം. നേരെ വിമാനത്താവളത്തിൽ വന്നിറങ്ങി, അങ്ങനെയല്ലേ? അതെ. എന്നിട്ട് നേരെ ഗുരുവായൂർക്ക് പോയിട്ട് ആ വഴിക്ക് നമ്മുടെ വീട്ടിൽ വന്നോക്കാം. എന്തൊരു സ്നേഹമല്ലേ. അല്ല, പിന്നെ ഗുരുവായൂർ നാളെ അവർക്കൊരു കല്യാണം ഉണ്ട്. അപ്പൊ അതിനുള്ള റൂമൊക്കെ എടുത്തു അല്ലേ? അപ്പോ പിന്നെ ഇപ്പൊ ഇത്ര സമയം ഫ്രീ ടൈം ഉണ്ട്. അതും ഗുരുവായൂർ നമ്മുടെ അടുത്ത് വരെ എത്തിയിട്ടുണ്ട്. ഇനി നാളെ കല്യാണം കഴിഞ്ഞ് ആലപ്പുഴയ്ക്ക് പോയാൽ പിന്നെ ഇനി ഈ 28 ദിവസത്തിനുള്ളിൽ വരവുണ്ടാവില്ല ഇവിടെ. അപ്പൊ അതുകൊണ്ടാണ് രണ്ടുപേരും കൂടി പ്ലാൻ ചെയ്തു. അജുവേട്ടനെ കാണുക എന്നുള്ളത് വലിയൊരു ഇതായിരുന്നു, ഇവിടെ വരണം എന്നുള്ളത്. അപ്പൊ ഈ ഒരു ടൈം കിട്ടിയതുകൊണ്ട് വന്നു. അതോടൊപ്പം തന്നെ ഇവര് ഭയങ്കര ചക്കോട് ഭയങ്കര ഇഷ്ടമാണ്. പഴുത്ത ചക്ക വേണമെന്ന് പറഞ്ഞിരുന്നു. അപ്പൊ നമുക്ക് നോക്കാം. പഴുത്തിട്ടില്ലെങ്കിൽ പഴുത്തോളും. അതുമലത്തെ പഴുത്ത് വീണു. വേറൊരു കാര്യമുണ്ട്. ചക്ക ഇവര് തരുമ്പോ പകരം ഇവര് എന്ത് തരും എന്ന് വിചാരിച്ചിട്ട് ഇവര് നമുക്ക് പകരം ചെയ്യണത് ഒരു മീൻ കൂട്ടാൻ വെച്ചിട്ടാ പോണുള്ള ആലപ്പുഴ. അതെ, അത് ആലപ്പുഴ സ്പെഷ്യൽ ആണോ അതോ സൗദിയിലത്തെ സ്പെഷ്യലാണെന്ന് പറയാൻ പറ്റത്തില്ല. ഞങ്ങള് തമ്മില്, ഞാനും വൈഫും തമ്മിൽ ഉള്ള ഒരു ഡിസ്കഷൻ പുറത്ത് ഉരുത്തിരിഞ്ഞ് വന്ന ഒരു നാണ്. ഇതിനു മുമ്പ് അജുവേട്ടൻ എന്നത് ശ്രമിച്ചു. അത് പക്ഷെ ഇൻഗ്രീഡിയന്റ് വ്യത്യാസം ഉണ്ടായിരുന്നു. അതായത് ഞാൻ ഒരു മീൻ കൂട്ടാനില് തക്കാളി ഇട്ടപ്പോ ആള് അപ്പ അവിടെ വെച്ചിട്ട് സൗദിയിൽ വെച്ചിട്ട് തലയിൽ കൈവച്ചു ചതിച്ചു. ഞാൻ വെക്കുന്ന മീൻ കറിയാണ് ആ ചേട്ടൻ വെച്ച് കളഞ്ഞത്. ഇനിയിപ്പോ ആ തക്കാളി ഇല്ലാണ്ട് പഠിക്കാന്ന് വിചാരിച്ചിട്ടുണ്ട്. ഇപ്പൊ അപ്പൊ നമുക്ക് ആ ചക്ക ഇടാം. നമ്മുടെ ഈ പ്ലാമിന്റെ ചക്ക, അപ്പുറത്തെ പ്ലാമിന്റെ ചക്ക, ഏതും വേണമെങ്കിലും ഇടാം. 2-3 ചക്ക ഇടാം നമുക്ക്. അങ്ങോട്ട് നീങ്ങുന്നോ ചിലപ്പോ തെറുക്കി ആ കൂട്ടത്തിലത്തെ വലുതല്ലേ ഇതിടാം. 2 കൂടിയ കുഴപ്പമുണ്ടാ? ഒരു കുഴപ്പമില്ല. അല്ല, കഴിക്കാൻ ആളുണ്ട്. ഒരെണ്ണത്തിന് എനിക്ക് തോന്നി ഇട്ട് കഴിഞ്ഞാൽ കൂടുതൽ വീഴുന്നു. ഞാൻ ചോദിച്ചേ. മുകളിലത്തെ ആ വലുത് നോക്കി ചേട്ടാ, വലുത് ആ മുകളിലല്ലേ? എനിക്കൊരു ഐഡിയ ഉണ്ട്. ഞാൻ അത് കയറട്ടെ. നല്ലത് കൊത്തി നിക്കണ്ടാ? അറിയില്ല. ഇതൊക്കെ ഒരു ഉന്നം വെച്ചിട്ട് ഇടാന്നുള്ളൂ. അല്ലാണ്ട് ചെത്തി പോന്നു. അതെ വീണു. 2 4 ആയിണ്ട്. അടിപൊളി. മുകളില് വലിയ ചക്കളുണ്ട്. നോക്കിയാ എങ്ങോട്ട്
ചേട്ടാ മുകളിൽ പക്ഷെ നമുക്ക് അവിടേക്ക് എത്തില്ല. കോക്കൂനെ വിളിച്ചിട്ടേ വരാനും പറ്റില്ല, നമുക്ക് എത്തൂല. അതുകൊണ്ടാ വിട്ടരാ. അതിന് കോക്ക് വരുമ്പോ അരുൺ കോക്ക് വരുമ്പോ നമുക്ക് ഇട്ട് അവനെ കൊണ്ട് ഇറക്കിപ്പിക്കാം. ഇറക്കിപ്പിക്കാം. പാസ് ചെയ്ത കുറയിലും ഇട്ടാൽ മതി. ആലപ്പുഴ ഞാൻ അഡ്രസ് തരാം. ഇതിപ്പോ ഇത് വീട്ടിൽ ഇരുന്ന് 2-3 ദിവസത്തിൽ പഴുക്കുന്നു വിചാരിക്കുന്നു. ആയിക്കോട്ടെ. ഇങ്ങനെ തുറന്ന് വെച്ചാൽ മതി. പഴുത്തു ഒന്നും ചെയ്യണ്ട തന്നെ പഴുക്കും. നോക്കി നോക്കിയേ. ഇല്ല അല്ലേ, ആയിട്ടില്ല അല്ലേ? ആയിട്ടില്ലേ, പഴുത്തിട്ടില്ലേ? അപ്പുറത്തേക്ക് തിരിച്ചേക്ക് ചേട്ടാ, ഇവിടെ മുളഞ്ഞു അങ്ങടെ മണ്ണിലേക്ക്. ഇത് തിരിച്ചറുത്താ ആർക്കില്ല അയലോക്കാർക്ക് കൂട്ടാൻ വയ്ക്കാൻ കൊടുത്തോ. ആയിക്കോട്ടെ, നമ്മളെന്നെ കൂട്ടാൻ വെക്കും. പിന്നെ അവിയലൊക്കെ വെക്കും നമ്മൾ. ഇതിന് നിങ്ങൾ വെക്കുന്ന സ്റ്റൈലിലുള്ള ഉപ്പേരി ഇല്ല. പുഴുക്കുണ്ടാക്കില്ലേ? ആ അവിയലേ. ആ ഇട്ടിട്ട് ആണോ? അത് ഇത് വീഡിയോ ചെയ്തിട്ടില്ലല്ലേ? ഇല്ലില്ല ഇല്ലില്ല. അപ്പൊ നമുക്ക് പാചകം തുടങ്ങാം അല്ലേ നീ? അപ്പൊ ചക്ക സെറ്റായി. നീ ആൾ പാചകത്തിലേക്ക് കിടക്കാൻ പോണ്. ചാള വാങ്ങിച്ചു കൊടുക്കുന്നുണ്ട്. ഒക്കെ സാധനങ്ങൾ സെറ്റാണ്. അപ്പം അങ്ങനെ ആലപ്പുഴയിൽ നിന്നും നമ്മളെ തേടിയെത്തിയ സജീവ്. ആ ഞാൻ അജയ് എന്ന് എൻ്റെ മനസ്സിൽ. സജീവ് ചേട്ടനും ശാലിനി, പിന്നെ ഇത് ശിവാനി, പിന്നെ ഇവരെ മോനുണ്ട് കേട്ടോ സിദ്ധാർത്ഥ്, ആള് അകത്തിരിക്കുന്നുണ്ട്. അപ്പോൾ അവർ വന്നു, ചായ കൂടി എല്ലാം കഴിഞ്ഞു കേട്ടോ. അപ്പോൾ നമ്മളിനി പാചകത്തിലേക്ക് കടക്കാൻ പോകണം. അതിനുള്ള എല്ലാ സാധനങ്ങളും ഇവിടെ സെറ്റാക്കിയിട്ടുണ്ട്. ചേട്ടൻ്റെ അടുത്ത് പറഞ്ഞിട്ടുണ്ടായിരുന്നു എന്തിട്ടൊക്കെയാണ് വേണ്ടതെന്നുള്ളത്. അപ്പോൾ അതുകൊണ്ട് അതൊക്കെ നമ്മൾ ആക്കി വെച്ചിട്ടുണ്ടായിരുന്നു. ചുമന്നുള്ളിയാണ് ഇതിൻ്റെ മെയിൻ താരം അല്ലേ? ഇത് ചാള വെച്ചിട്ട് ചെയ്യാൻ പറ്റുള്ളൂ, മത്തി വെച്ചിട്ട് ചെയ്യാൻ പറ്റുള്ളൂ. ചാള, അയില, അതാണ് അതിന്റെ ടേസ്റ്റ് കൂടുതൽ വരുന്നത്. ചാള അല്ലെങ്കിൽ അയില, ഇത് 2 ഐറ്റമാണ്. ഞാൻ അന്ന് അജുവേട്ടനോട് പറഞ്ഞപ്പോഴും ഞാൻ അയില എന്നാ പറഞ്ഞു. പക്ഷെ ഇപ്പോഴത്തെ സാഹചര്യത്തിൽ നമുക്ക് അയില കിട്ടിയില്ലെന്ന് ചാളയാണ് പാചകത്തിലേക്ക് കിടക്കാം. അപ്പൊ ഇന്ന് ഞാനും ചേട്ടനും വെറുതെ എങ്ങനെ നിക്കുള്ളൂ. ശിവാനി ആയിരിക്കും അവതരിപ്പിക്കുക അല്ലേ? ഇവർ രണ്ടുപേരും ചെയ്യും. അപ്പൊ തുടങ്ങാം. അപ്പൊ ആദ്യം ചെയ്യാൻ പോണ 1 കിലോ ചാള വാങ്ങിച്ചിട്ടുണ്ട് നമ്മൾ കേട്ടോ. 1 കിലോ ചാള വൃത്തിയാക്കി വെച്ചിട്ടുണ്ട്. ആദ്യത്തെ പരിപാടി എന്നിട്ട് ചെയ്യാൻ പോണത് അത് ഈ ചെറിയ ഉള്ളി ഒന്ന് രണ്ടാക്കണം. നമുക്ക് ഒന്ന് വഴറ്റിയെടുക്കാം. ഇത്രയും വേണം. ആവശ്യമെടുത്താൽ മതി, കുഴപ്പമില്ല. ചതക്കണ്ട, അരിഞ്ഞാൽ മതി. എല്ലാം അരിയണം. ഞാൻ പലക എടുക്കാന്ന് പറഞ്ഞപ്പോ പലക വേണ്ട, വിരലും വെച്ചിട്ട് അരിയണം. അദ്ദേഹത്തിന് പലക പിടുത്തമല്ല, കൈ കൊണ്ടുള്ള പരിപാടിയുള്ളൂ. വെറുപ്പാണ് പലകയോട്. അതെ, എളുപ്പം നടക്കത്തില്ല. അതെ, എനിക്ക് പക്ഷേ കട്ടിങ് ബോർഡ് ഇതിങ്ങനെ ചെയ്യുമ്പോ എനിക്ക് കാണുമ്പോ പേടിയാവും വിരലുമേ. അല്ല പണ്ടൊക്കെ ഇങ്ങനെ തന്നെ ചെയ്യാം, പക്ഷെ വിരലുമ്പോ ഒരു ഇതിടും, ഒരു ഒറയിടും. ഫിംഗർ ക്യാപ്പ് ഇടും, എന്നിട്ട് അരിയും. പക്ഷെ ഇത്രയ്ക്കൊന്നും നന്നാക്കാണ്ടാവില്ലല്ലോ പണ്ട്. എനിക്ക് എന്റെ വീട്ടില് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഉള്ളിയരിയിലൊക്കെ ഈ വിരലുമ്പോ വെച്ചിട്ട് തന്നെയാ. കട്ടിംഗ് ബോർഡ് എന്ന് പറഞ്ഞൊരു സാധനം ഇല്ല. എന്നിട്ട് ഇവിടെ വന്നപ്പോഴാണ് ഞാൻ ഈ കട്ടിംഗ് ബോർഡും വെച്ചിട്ട് അരിയണ പരിപാടി കാണുന്നത്. നമ്മുടെ ഇങ്ങോട്ട് കല്യാണം കഴിഞ്ഞ് വന്നപ്പോ. നമ്മൾ പിന്നെ ഗൾഫിൽ പോയ കാരണം അവിടെ കട്ടിംഗ് ബോർഡ് ഇല്ലാതെ ആർക്കും അറിയാൻ പറ്റില്ല. ഞാൻ ഇവരവിടെ സരിതാര വീട്ടിൽ ചെന്നപ്പോഴാണ് കൈയിന്റെ ഇതുമ്മ വിരലുമ്മ ഒരു ഓറിട്ടിട്ട് വിരുന്നിട്ട് കുനി കുനി അരിയുന്നത്. എല്ലാം എല്ലാ സാധനങ്ങളും അമ്മ അങ്ങനെ ചെയ്യാം. ശിവാനി എത്രയല്ല പഠിക്കുന്നത്? 6ലാണ് ശിവാനി പഠിക്കുന്നത്. അമ്പലപ്പുഴ ഏത് സ്കൂളിലാണ് പഠിക്കുന്നത്? കരുമാടി സ്കൂളിലാണ് പഠിക്കുന്നത്. കരുമാടിക്കുട്ടൻ. കൂട്ടുകാരൊക്കെ വീഡിയോ കണ്ടിട്ട് ഹായ് പറയണമെന്നൊക്കെ പറഞ്ഞതെങ്കിലും ഇപ്പൊ പറഞ്ഞു. നല്ല അവസരമാണ്. ടീച്ചർമാർക്കൊക്കെ പറഞ്ഞു. ശിവാനി ഭയങ്കര കമ്പനി സരിതിയിട്ട് വന്നപ്പോഴേക്കും. ആദ്യമൊന്നും മിണ്ടി തുടങ്ങില്ല കേട്ടോ. അവിടെ ഒന്നും മിണ്ടിയില്ല. ആദ്യം കുറച്ച് മടിയുണ്ടായിരുന്നു. ഞാൻ പറഞ്ഞത് മിണ്ടി തുടങ്ങി കഴിഞ്ഞാൽ പിന്നെ പിടിച്ചാൽ കിട്ടും. പിന്നെ അടുക്കളയിൽ ചെന്നിട്ട് പിന്നെ സരിതായിട്ട് ചായ ഉണ്ടാക്കലും ഇതൊക്കെ ആയിട്ട് അവള് കമ്പനി ഓരോ സാധനങ്ങൾ എടുക്കലും വില പരിചയ കുറവ് തോന്നുന്നുണ്ട് ഇവിടെ വന്നപ്പോ. എനിക്കൊരു പരിചയക്കുറവില്ല. ആളെ നമ്മുടെ വീട്ടിലെല്ലാം കാണാൻ പടാൾക്ക്. ഞാൻ പറഞ്ഞില്ല 2017 മുതൽ ഞാൻ ഒരു വീഡിയോ പോലും ഇപ്പൊ നമ്മള് ചക്കിട്ടപ്പോ പറഞ്ഞില്ലേ ഈ മോളിലത്തെ ചക്കിയൊക്കെ അരുൺ കോക്കുനെ കൊണ്ട് ഇടിപ്പിച്ചാ മതി എന്നാള് പറഞ്ഞപ്പോ തന്നെ. അപ്പൊ അരുൺ കോക്കുനെ വരെ അറിയാം. അല്ലടത്ത് പോരും. അപ്പൊ ചേട്ടന് ഇനി അവിടെ പാചകമൊക്കെ ഒറ്റയ്ക്ക് തന്നെ? അല്ല, ഞങ്ങൾക്ക് ക്യാൻറ്റീൻ ഉണ്ട് അവിടെ, കമ്പനി ക്യാൻറ്റീൻ ഉണ്ട്. പക്ഷെ എന്നാലും വൈകുന്നേരത്തെ വേറെ കത്തിയാൻ വേണം. ടൈം വൈകുന്നേരം കുറച്ച് ടൈം കിട്ടും ഫുഡ് ഉണ്ടാക്കാനുണ്ട്. അപ്പം നമ്മൾ എന്തെങ്കിലുമൊക്കെ വൈകുന്നേരം വന്നിട്ട് ഇത് കണക്ക് എന്തെങ്കിലുമൊക്കെ വൻപയർ, കടല, ചെറുപയർ, അങ്ങനെ എന്തെങ്കിലുമൊക്കെ നമ്മൾ ഉണ്ടാക്കി നമ്മൾ സ്വന്തമായിട്ട് ഉണ്ടാക്കി നമ്മൾ ടേസ്റ്റിന് കഴിയും. അവിടെ ക്യാൻറ്റീൻ എപ്പോഴും ചിക്കനും ഇതൊക്കെയാണ്. ക്യാൻറ്റീൻ അങ്ങനെ ഉണ്ടാവുള്ളൂ. പിന്നെ അവരുടെ സൗദി ടേസ്റ്റ് അവരുടെ ആയിട്ടുള്ള ടേസ്റ്റ് ആയിട്ടുള്ള വിളിച്ച് ചോദിക്കും, ഞാൻ പറഞ്ഞു കൊടുക്കും.
അപ്പൊ അവിടെ പോയതിന് ശേഷമാണ് പാചകത്തിലേക്ക് നോക്കിയതില്ല, അതുവരെ ഒന്നും ചെയ്തിട്ടില്ല. ഇവരെ പാചകം പഠിപ്പിച്ചത് തന്നെ ഞാനാണ്. അതെ, അത് ശരി. കല്യാണം കഴിച്ചോണ്ട് ഒരു സമയത്ത് ചായ പോലും ഉണ്ടാക്കാൻ അറിയാൻ പറ്റാത്ത ആളായിരുന്നു. അയ്യോ, ഞാനാണ് മീൻകറി വെക്കാൻ ആദ്യമായിട്ട് മീൻകറി വെക്കാൻ പഠിപ്പിച്ചത് ഞാനാണ്. സത്യമാണ്. ആണോ? ഉപ്പും പുളിയെല്ലാം കാര്യം അറിയോ, ഞാൻ പറഞ്ഞില്ലേ, ഞാൻ തൃശ്ശൂർ കുന്നംകുളത്ത് ഒരു 2000 വരെ 96, 95 മുതൽ 2000 വരെ ഞാനവിടെ ഈ കുന്നംകുളത്തുണ്ടായിരുന്നു. ഒരു പ്ലാസ്റ്റിക് കമ്പനിയിലെ ജോലിയായിരുന്നു. അപ്പം ഞാൻ ഒറ്റയ്ക്കായിരുന്നു അവിടെ ജീവിച്ചിട്ടുണ്ട്. അന്നാണ് ഞാൻ കറിയൊക്കെ പഠിച്ചത്. പഠിച്ചു. അങ്ങനെയാണ് ഞാൻ പിന്നെ കല്യാണം കഴിഞ്ഞപ്പോൾ പിന്നെ ഇവക്കൊന്നും അറിയത്തില്ലായിരുന്നു. എനിക്ക് 21 വയസ്സേ ഉള്ളായിരുന്നു. അപ്പൊ പിന്നെ ഞാൻ അവിടെ നിന്നൊന്നും പഠിക്കാതെ വന്നു. എന്റെ അമ്മ ഉണ്ടാവും. അപ്പൊ ഇവിടുന്ന് അങ്കമാരി കഴിഞ്ഞ് കഴിഞ്ഞാൽ കടുക് പൊട്ടിക്കില്ലോ മീൻ കറിയില്ലേ? ഇവിടെ എന്ത് കടുക് വേണ്ടല്ലോ? കടുകില്ലാത്ത പരിപാടി ചെയ്യുന്നത്. അതല്ലേ? അതെ. ഉള്ളി ഇട്ടെടുക്കട്ടെ. ഇഞ്ചി ഇങ്ങനെ അരിയാണ് കേട്ടാ. ഒക്കെ അരിഞ്ഞു കൊണ്ടാന്ന് പറഞ്ഞപ്പോൾ ആള് സമ്മതിക്കില്ല. ആൾക്ക് തന്നെ ചെയ്യണം. ശാലിനിക്ക് തന്നെ ചെയ്യണം. ശാലിനി എൻ്റെ കൂട്ടുകാരി. സിനിമ കണ്ടാ? ശാലിനിന്റെ കൂട്ടുകാരി കണ്ടാ? കണ്ടിട്ടുണ്ട്. നമ്മൾ ജനിച്ചിരുന്ന അറിയത്തില്ല. ഞങ്ങൾ തമ്മിൽ 8 വയസ്സിന് വ്യത്യാസം കേട്ടോ. അത് സാരില്ല അല്ലേ ചേട്ടാ? ഞങ്ങള് റെക്കോർഡാണ്. നമുക്കറിയാം, ഇടയ്ക്കിടെ പറയേണ്ട കാര്യമില്ല. ശിവാനി പാട്ട് പാടുവോ? ഡാൻസ് കളിക്കോ? എല്ലാം ചെയ്യും. ഒക്കെ ചെയ്യും. എല്ലാം ചെയ്യും. അത് പക്ഷെ അത് ഈ ക്യാമറ അത് ഇതൊക്കെ നിൽക്കുമ്പോഴുള്ള ഒരു പ്രശ്നമേ ഉള്ളൂ. ഏത് പാട്ടാ ഇഷ്ടം? ഏത് പാട്ടാ പാടാറ്? മൂളിപ്പാട്ടൊക്കെ പാടാറുണ്ടാ? മതിയോ? തുടങ്ങാലോ? കഴിഞ്ഞു. ഉള്ളി കുറച്ചെടുക്ക്. കുറച്ചെടുക്കും. അല്ലെങ്കിൽ ഇഷ്ടം പോലെ ഉള്ളി. അത് തന്നെ അരച്ച് കഴിയുമ്പോൾ തന്നെ കൊഴുപ്പ് കിട്ടത്തില്ല. കുറച്ചെടുത്തോ, ചെറിയ ഉള്ളിയല്ലേ? അതെ, പാട്ട് പാടാനാ? പാടിക്കും, മൈക്ക് തരാം. കുറച്ചെടുത്തോ. ഏത് പാട്ടാ പാടാ ശിവാനി? ഗേൾസ് ഓൺലി സ്കൂളാ? അത് മിക്സഡാ? മിക്സഡ്. അതെ. ഫ്രണ്ട്സിനോട് പറഞ്ഞിട്ടുണ്ട് അങ്ങനെ ജ്യൂസ് വേൾഡിലേക്ക് പോകുന്നു പൊടിയെല്ലാം പറഞ്ഞിട്ടുണ്ടായിരുന്നു. അറിയാ ഇത് ചോറിലേക്ക് പറ്റിയ കറിയല്ലേ? ചാറ് കറിയാ. ആ, ചാറ് ഒരുപാട് ചാറില്ല, കുഴമ്പ് ഒരുത്തില്. അന്ന് മറ്റേ തക്കാളി കറി ചേർത്ത് വെച്ചില്ലേ? അതുപോലെ തന്നെ. അതേ കൺസിസ്റ്റൻസി തന്നെ. ചെറിയൊരു മാറ്റമൊന്നുമല്ല. ചെറിയ മാറ്റം എന്ന് പറഞ്ഞാല് അതിനകത്ത് തക്കാളി ചേർക്കത്തില്ല, പുളിക്ക് പകരം അതിനകത്ത് നമ്മൾ കുടംപുളി ചേർക്കുന്നു. പിന്നെ അന്ന് പച്ചക്കാണ് അരച്ചിട്ട് വഴറ്റുമായിരുന്നു. ഇത് നമ്മൾ വഴറ്റിയിട്ട് അരക്കുന്നു. അപ്പൊ നമ്മള് അടുപ്പ് കത്തിച്ചു കേട്ടാ, ചട്ടി അടുപ്പത്ത് വെച്ചിട്ടുണ്ട്. അപ്പൊ നമ്മൾ ഉള്ളിയൊക്കെ ഇത്രയ്ക്ക് എടുത്തിട്ടുണ്ടായിരുന്നു. അപ്പൊ ഇത്ര ആവശ്യമില്ല, ഇത്രയ്ക്കാണ് ഉള്ളി ആവശ്യമുള്ളൂ കേട്ടോ. ഉള്ളി ഇത്രയും, വെളുത്തുള്ളി, ഇഞ്ചി അരിഞ്ഞത്, പിന്നെ പച്ചമുളക് ഒരു 4 എടുത്തിട്ടുണ്ട്, പിന്നെ കുടംപുളി വെള്ളത്തിലിട്ടുണ്ട്, വേപ്പില എടുത്തിട്ടുണ്ട്. ആദ്യം ഇത് വഴറ്റിയിട്ട് 200 ഗ്രാമോ അങ്ങോട്ട് ഉള്ളി വേണമെന്ന് പറഞ്ഞു. ഞാൻ 1 കിലോ മത്തിന്ന് പറഞ്ഞപ്പോഴത്തേക്ക് ഞാൻ ചോദിച്ചു, വണ്ടിയിൽ യാത്ര ചെയ്യുമ്പോഴാണ്. അതൊരു ഉദ്ദേശം പറഞ്ഞൊന്നും മാത്രമല്ല ആള്. ഇവക്ക് തന്നെ തൂക്കവും കാര്യങ്ങളൊന്നും അറിയില്ല. കൈ കണക്കാവില്ലേ? കാണുമ്പോ ഇത്ര മതി അങ്ങനെ അങ്ങ് വെക്കും. കുഴപ്പമില്ല. അപ്പൊ ഇവിടെ വന്നതിന് ശേഷം പാചകം പഠിച്ചിട്ട് വലിയ പാചക വിദഗ്ധയില്ലേ? ഇപ്പൊ ഭയങ്കര ബിരിയാണി വെക്കും, നെയ്ച്ചോറ് വെക്കും. ഞങ്ങളൊരു ആലപ്പുഴ വശത്തേക്ക് വരുമ്പോ നമുക്ക് കുറെ ഹോസ്പിറ്റലിൽ പോവാന്നേ. ആള് അങ്ങോട്ട് വരാൻ പറഞ്ഞിട്ട് കുറെ നാളായി. അമ്മ നാരായണ ഞാനും ഹോസ്പിറ്റലിൽ വർക്കറായിരുന്നു കേട്ടോ, മാനേജറായിട്ട് വർക്ക് ചെയ്തിട്ടുള്ളതാണ്. അത് കഴിഞ്ഞിട്ടൊക്കെയാണ് ഗൾഫിൽ പോയത്. നമ്മുടെ ഗൾഫിൽ ഇപ്പോഴും ഉണ്ട്, ഹോസ്പിറ്റലും കാര്യങ്ങളൊക്കെ ഉണ്ട്. എങ്ങനെങ്കിലും ഇറങ്ങാൻ പറ്റുന്നുണ്ടെങ്കിൽ ഇറങ്ങ്, നമുക്കത് വേണ്ട രീതിയിൽ കൈകാര്യം ചെയ്ത് തരാം. നമ്മളൊരു ട്രാവൽ വീഡിയോസ് ഇടാൻ പറഞ്ഞിട്ട് കമന്റ്സ് വരുന്നുണ്ട്. എപ്പോഴും ഈ പാചകം വീടിന്റെ ചുറ്റും കിടന്ന് നടക്കാണ്ട്, അടുപ്പിന്റെ ചുറ്റും കിടന്ന് നടക്കാണ്ട് നിങ്ങൾ പുറത്തേക്ക് ഇറങ്ങുന്നത് പറഞ്ഞിട്ട്. നമ്മുടെ സൂര്യൻ ഈ വീടാണ്, അതിന് ചുറ്റും ഇങ്ങനെ ഭൂമിയിലെ പോലെ നമ്മൾ കറങ്ങിക്കൊണ്ടിരിക്കും. ഞാൻ വെള്ളം വറ്റി വെളിച്ചെണ്ണ ഒഴിക്കുന്നു കേട്ടാ. ഇങ്ങനെ ഒഴിച്ചാൽ മതി. ഇന്നിപ്പോൾ അതെ, എന്തോരം വേണമെന്ന് പറഞ്ഞോ? മതി. ഒരു 3-4 ടീസ്പൂണിനേക്കാൾ അധികം വെളിച്ചെണ്ണ ഒഴിച്ചിട്ടുണ്ട് കേട്ടോ. ഇനിയൊരു അമ്പലപ്പുഴ പാചകം. അമ്പലപ്പുഴ പായസത്തിനാണ് പേര് കേട്ടത്. പാൽപ്പായസം. ഇതുവരെ വന്നിട്ടില്ലല്ലോ? ഇല്ലില്ല. ഞങ്ങൾ കല്യാണം കഴിഞ്ഞിട്ട് ഒരു 2 കൊല്ലമായ സമയത്ത് അങ്ങടാൻ തോന്നുന്നുണ്ട് ആലപ്പുഴക്ക് വന്നു, വെറുതെ ഒന്ന് കറങ്ങി. വെളുത്തുള്ളി കേട്ടോ. വന്നിട്ടുള്ളത് പുന്നമ്മടെ കായലിൽ ബോട്ട്, മറ്റേ കുമരക ബോട്ട്. സാധാരണ ബോട്ടില് യാത്ര ചെയ്യണ ബോട്ട്. അതില് അതെ, അതില്. അപ്പൊ എനിക്ക് ഭയങ്കര ആഗ്രഹം കായലിൽ കൂടെ യാത്രയൊക്കെ ചെയ്യണം എന്നുള്ള ആഗ്രഹം എന്ന് പറഞ്ഞിട്ട് പോയതാ. കുറച്ച് സമയം കഴിഞ്ഞപ്പോഴേക്കും ബോറടിച്ചു, ഇറങ്ങാനും പറ്റില്ലല്ലോ. അത് എന്നിട്ട് ഈ ഇവിടെ ചെന്നു ചിങ്ങവനെ ആവശ്യം, ചിങ്ങവനല്ല എന്നിട്ട് പറയാ, കോട്ടയം കഴിഞ്ഞിട്ട് ചങ്ങനാശ്ശേരിക്ക് പോകുമ്പോ അവിടെ ഒരു കുമരകത്ത് എവിടെ വന്ന് ഇറങ്ങി നിർത്തി. അവസാനം എൻ്റെ അവിടെയായിരുന്നു. അത് ആലപ്പുഴ നിന്ന് പോന്നിട്ട്
അവിടെ കോട്ടയത്തേക്ക്, ആലപ്പുഴ കോട്ടയം. ഒരു കൊല്ലം ഓണത്തിന് അങ്ങടാൻ പോകുന്നുണ്ട്. അങ്ങനെ വന്നിട്ടുള്ളതാ ആലപ്പുഴ. വെളുത്തുള്ളി മൂപ്പിക്കുന്നു കേട്ടാ. ആദ്യം വെളുത്തുള്ളി ഇട്ട് മൂപ്പിക്കുന്നു. വെളുത്തുള്ളി ഒരു 10-15 അല്ലിണ്ട് കേട്ടാ. ആ ഡ്രൈവർ ചേട്ടൻ വീടിന്റെ അടുത്തുള്ളതാ? ആ എന്റെ സുഹൃത്ത്, ഞങ്ങൾ ഒരുമിച്ച് പഠിച്ചതാണ്, ക്ലാസ്മേറ്റാ. എന്റെ ഞാൻ ഗൾഫിൽ എന്ന് പോയാൻ തുടങ്ങിയോ അന്ന് മുതല് സന്തോഷ സഹചാരിയാണ്. വീഡിയോയിൽ നിൽക്കണമെങ്കിൽ വാ. വേണ്ടേ? പാചകമൊക്കെ താല്പര്യം ഉണ്ടോ? അതെ, പാചകക്കാരനാ. ആളിങ്ങോട്ട് വരൂ. ഇവര് ചെയ്യണേല് വല്ല കുഴപ്പമുണ്ടോന്ന് കണ്ടുപിടിക്കാം. അവന് വെജിറ്റബിൾ ആണ്. അവന്റെ അച്ഛൻ ഞങ്ങളുടെ നാട്ടിൽ കല്യാണത്തിനൊക്കെ വലിയ ചവിട്ടി കാൽ ചവിട്ടി. അതെ അതെ, ആ സദ്യക്ക് പോണ ആളാ, പച്ചക്കറി സദ്യ. ആള് പക്ഷെ ഡ്രൈവറായില്ലേ? ആള് പാചകത്തിനൊന്നും പോവില്ല. പോവുമായിരുന്നു, പക്ഷെ ഇപ്പൊ പോകുന്നു. ഇപ്പം വണ്ടി തന്നെ, ഫുൾ ടൈം വണ്ടി തന്നെ. കോട്ടയം ഉണ്ട് സ്വന്തമായിട്ട്. അല്ലാത്തപ്പോൾ വണ്ടി എടുത്തിട്ടുണ്ട്. നമ്മളെ പോലുള്ള ആരെങ്കിലും വിളിക്കുമ്പോൾ കാർ എടുത്ത് വരും. സാധനം നമ്മൾ വെളുത്തുള്ളി ഇഞ്ചിയും ഒരുമിച്ചിട്ടാ ചെയ്യുക. ഇവിടെ വെളുത്തുള്ളി ആദ്യം ഇട്ടിട്ട് മൂത്ത് കഴിഞ്ഞിട്ടാണ് അടുത്തേക്ക് കിടക്കുള്ളൂട്ടാ. ഇഞ്ചിരുന്നു വെളുത്തുള്ളിയുടെ ഒന്ന് വെളുത്തുള്ളി പച്ചമണം പോയി കഴിയുമ്പോ ഇഞ്ചി അരിഞ്ഞത് ഇടാണ്. ഞാൻ നേരെ തിരിച്ചിടും കേട്ടോ. ഇഞ്ചി ആദ്യം ഇടും. ആണോ? അങ്ങനെ വിട്ടാ പറ്റില്ലല്ലോ. ഒരാൾ ചെയ്യുന്ന അതേപോലെ ചെയ്തല്ലേ എങ്ങനെ ശരിയാവല്ലേ? നമ്മുടെ ഏത് വീഡിയോ കണ്ടത്? എത്ര നാളായി കണ്ടു തുടങ്ങിയിട്ട്? 2017 മുതൽ. അത് ഇനി കാണാനുള്ള വീഡിയോ ഇല്ല. അതായത് നിങ്ങൾ തുടങ്ങിയ വീഡിയോ മുതൽ. 2017 ആവില്ല, 2018 ഞങ്ങൾ ചാനൽ തുടങ്ങി. തുടങ്ങിയ ടൈമില്, അതായത് ഈ ഒരു മതിൽക്കെട്ടിൽ 6 മക്കളെന്നുള്ള അന്ന് തുടങ്ങിയതാണ്. ഇതുവരെ മുടക്കിയിട്ടില്ല. അന്നൊക്കെ ജഗുത ഇത്ര ഉണ്ടായിരുന്നു. അങ്ങനെ ഈ ജനലിന്റെ ഒരു തുണി ഇങ്ങനെ കെട്ടിയിട്ട് അതിനകത്ത് കയറ്റി ഇരുത്തി ബാക്കിൽ ഇങ്ങനെ പിടിച്ചെടുത്ത് അതൊക്കെ നമ്മൾ ഉള്ളി ഇരുന്നു കേട്ടാ. ഇഞ്ചി ഇട്ടിട്ട് കുറച്ച് കഴിഞ്ഞപ്പോൾ ഉള്ളി, ചെറിയ ഉള്ളി ഇടണം. അപ്പം കടുക് പൊട്ടിക്കാണ്ട് ചീന പണിയാണ് ചെയ്യണത്. ഉള്ളിയിലേക്ക് ഇത് മൂപ്പിച്ചുകൊണ്ടെങ്കിൽ വേപ്പില ഇട്ടിട്ടുണ്ട് കേട്ടോ. 2 തണ്ട്. അവരിപ്പോൾ 2 പേരും ഫോമിലായി. ഇനി പൊടികളിടാൻ പോവാണ് കേട്ടാ. ആദ്യം ഇടുന്നത് മല്ലിപ്പൊടി. മല്ലിപ്പൊടി ഇത്തിരി കൂടുതൽ ഇടുന്നുണ്ടല്ലേ? ഞങ്ങളിവിടെ മല്ലിപ്പൊടി വളരെ കുറവാണല്ലോ. കൊഴുപ്പ് കിട്ടത്തില്ലല്ലോ. അല്ലെങ്കിൽ കൊഴുപ്പ് കിട്ടില്ലല്ലേ? ഒരു മല്ലിപ്പൊടി കൂടുതൽ ഇടും സരിത. കൊഴുപ്പ് അധികം കിട്ടില്ല. മല്ലിപ്പൊടി കൂടുതൽ ഇട്ടാലേ കൊഴുപ്പ് കിട്ടാന്ന് പറഞ്ഞു. മുളക് നല്ല എരിവുള്ള കേട്ടാ. മുളക് പൊടി ഇടുന്നു. നല്ല എരിവുള്ള മുളക് പൊടിയാണ്. മുളക് പൊടി അല്ല, ഇത്ര അധികം മീനൊക്കെ ഉള്ളതല്ല. അപ്പൊ അതിലേക്കൊക്കെ മുളക് പിടിക്കണമെങ്കിൽ കുറച്ച് വേണ്ടി വരും അല്ലേ? പ്രത്യേകത കുരുമുളക് പൊടി ഉണ്ട് കേട്ടോ. കുരുമുളക് പൊടി കൈക്കണക്കാണ്, കുഴപ്പമില്ല. ഞങ്ങളിവിടെ കുരുമുളക് പച്ചരച്ചിട്ട് പച്ച കുരുമുളകില്ലേ, പെരിഞ്ജീരകപ്പൊടി ഇടുന്നു കേട്ടോ. ഇവിടെ ചെയ്യാത്ത ഒരു സാധനമാണ് പെരിഞ്ജീരകം. അത് അതിന്റെ പ്രത്യേക ടേസ്റ്റാണ് പെരിഞ്ജീരകത്തിന്. ഇതും പഠിപ്പിച്ച ഈ ഇൻഗ്രീഡിയന്റ് പഠിപ്പിച്ച ഞാനാണ് കേട്ടോ. ഇത് എല്ലാം പഠിപ്പിച്ച സജീവൻ. അവന് പ്രത്യേകിച്ച് സൗദിയിൽ വന്നപ്പോൾ ഇവരെല്ലാവരും വന്നായിരുന്നു. ആ സമയത്താണ് ഞാൻ ഇതാദ്യമായിട്ട് ഇവിടെ കൊണ്ട് വെപ്പിച്ച് പരീക്ഷിപ്പിച്ചത്. അന്ന് ഭയങ്കരമായിട്ട് ടേസ്റ്റായി. എൻ്റെ സുഹൃത്തുക്കളെല്ലാം വിളിച്ച് ഞങ്ങളൊരു ചെറിയ ഇത് നടത്തി. അവിടെ കൂടെ ജോലി ചെയ്യുന്നത് എല്ലാവർക്കും ഭയങ്കര ഇഷ്ടമായി ഈ മീൻകറി ഇങ്ങനെ വെച്ചത്. അന്ന് മുതൽ ഞാനിങ്ങനെ ആലോചിക്കുമായിരുന്നു അജുവേട്ടൻ്റെ കൂട്ടത്തിൽ നിന്ന് ഇങ്ങനെ ചെയ്യണം. പക്ഷെ തക്കാളിക്ക് വന്നതോട് കൂടിയിട്ട് എൻ്റെ എന്നെ വിളിച്ച് പറഞ്ഞു, എനിക്ക് മെസ്സേജ് ഇട്ടു അജുവേട്ടൻ, എടി ഇങ്ങനെയാണൊക്കെ. ഞാൻ പറഞ്ഞല്ലേ ചേട്ടാ കൂട്ട് വ്യത്യാസം ഉണ്ടെന്ന് പറഞ്ഞു. ഞാൻ പറഞ്ഞു കൂട്ട് വ്യത്യാസമുണ്ട്. നമ്മൾ വാളംപുളി അല്ലായിരുന്നോ, ഉലുവ പിന്നീട് എടുത്തു. വാളംപുളി അല്ലായിരുന്നോ ചേർത്തത്? വ്യത്യാസങ്ങളുണ്ട് കുറച്ച്. പിന്നെ പെരിഞ്ജീരകം നമ്മൾ എന്തായാലും ചേർക്കാറില്ലേ. കൂട്ട് റെഡിയായി. ഇത് ഇനി ചൂടാറിയിട്ട് നമ്മൾ മിക്സിയിൽ അരച്ചെടുക്കാം. നല്ല കൂട്ടായിട്ടുണ്ട് കേട്ടോ. ആദ്യം വെക്കുമ്പോൾ ഒന്നിലും ഉപ്പ് കാണത്തില്ല, അല്ലെങ്കിൽ പുളി കാണത്തില്ല. അത് എണ്ണ പറഞ്ഞു തന്നെ. അപ്പം അത്രയും ചേർക്കണം, ഇത് ഇത്രയും ചേർക്കണം. തീ നമ്മൾ ഓഫ് ചെയ്തിട്ടുണ്ട് കേട്ടോ. എത്ര കൊല്ലായി കല്യാണം കഴിഞ്ഞിട്ട്? കല്യാണം കഴിഞ്ഞിട്ട് 18 കൊല്ലം. അപ്പോൾ സരിത അത് അരച്ചുകൊണ്ടിട്ടെ ചൂടാറിയിട്ട് ഈ ചാളരി തലയൊക്കെ ആക്കി കളഞ്ഞിട്ട് കട്ട് ചെയ്തെടുക്കുകയാണ്. 2 പീസാക്കണം കേട്ടാ. വേറെ കത്തിയെടുത്തോണ്ടേ മൂർച്ച ഉള്ളത്. ചൂടാറി അരച്ചു കൊണ്ടുവന്നത് ഇതിന്റെ മണം അടിക്കുമ്പോ തന്നെ അറിയാം കറി ഒരു 1.5 സാധനമാണെന്ന്. അതെ, നല്ല മണം. മീൻ കട്ട് ചെയ്യുക,
തലേന്ന് അവിടെ ഉപയോഗിക്കില്ല ആലപ്പുഴക്കാർ. ഞങ്ങൾ തല ഉപയോഗിക്കില്ല. അയിലയുടെയും പിന്നെ മറ്റേ ചാളയുടെ ഒന്നും തല എടുക്കില്ല. അയിലേര എടുക്കില്ല. അയിലേര തല ഭയങ്കര അണിനും കൊടുക്കാൻ പാടില്ലെന്നൊക്കെയാണ്. ഞങ്ങൾ കട്ട് ചെയ്ത് കളയും. ഞങ്ങൾ എടുക്കില്ല. നമ്മുടെ ചാർലിക്കും ബെളിക്കും കൊടുക്കാം. അതിപ്പോ നമ്മുടെ സ്റ്റൈൽ വെക്കുന്ന കാരണം നമ്മളത് അങ്ങനെ കട്ട് ചെയ്ത് കളയുന്നതേ ഉള്ളൂ. അല്ല നിനക്ക് കട്ട് ചെയ്തില്ലെങ്കിലും കുഴപ്പമൊന്നുമില്ല. കൂടുതൽ അവിടെ കായൽ മീൻ ആവൂല്ലേ? ഇല്ല, ഞങ്ങളുടെ വീട്ടിൽ എല്ലാ ദിവസവും കടൽ മീൻ തന്നെയാണ്. കായൽ മീൻ ഞാൻ കഴിക്കത്തില്ല. ഇവര് കഴിക്കില്ല. മീൻ കഴിക്കില്ലേ? ഒറ്റ മീൻ കഴിക്കില്ലേ? ഇല്ല, ചാള അയില അതൊക്കെ കഴിക്കും. ചൂടൻ കൊഴുവാന്നൊക്കെ പറഞ്ഞില്ലേ, അന്ന് വെച്ചില്ലേ, അതൊക്കെ കഴിക്കും. വലിയ മീൻ ഒരു സാധനം കഴിക്കില്ല. എല്ലാം കറിയൊക്കെ വെക്കും. വലിയ മീൻ എനിക്കും താല്പര്യമില്ല. വലിയ മീൻ ഞാൻ ഇറച്ചും കഴിക്കത്തില്ല. ഇറച്ചിയും കഴിക്കില്ലേ? ഇല്ല. പക്ഷെ എന്നാലും വെക്കും. വെക്കും നന്നായിട്ട്. എല്ലാം വെക്കും. ഒരു കുഴപ്പമില്ല. എനിക്ക് ഇവിടെ വന്നിട്ട് ഈ കട്ടിംഗ് ബോർഡുമ്പോ ചേച്ചിമാരൊക്കെ ചെയ്ത് കണ്ടിട്ടേ പിന്നെ ഞാൻ അങ്ങനെ കട്ടിംഗ് ബോർഡ്. പിന്നെ എനിക്ക് വീട്ടിൽ ചെല്ലുമ്പോ അവിടെ കയ്യുമ്പോ വെച്ചിട്ട് അരിയാൻ പറ്റുള്ളേ, പേടിയാവാ. അങ്ങനെ ഞാൻ പിന്നെ പറഞ്ഞിട്ട് അവിടെ ഒരു കട്ടിംഗ് ബോർഡ് വാങ്ങി. പിന്നെ ഇപ്പൊ കട്ടിംഗ് ബോർഡുമ്പോ തന്നെയാ. അതിപ്പോ തുന്തുരുവിന്റെ ആങ്ങളയുടെ ഭാര്യ ഉണ്ടല്ലോ, അവളും അതിലിനെ ചെയ്യാം. അമ്മയൊക്കെ ഉള്ളിയരിയാണൊക്കെ ഇപ്പോഴും വിരലുമ്പ വെച്ചിട്ട് തന്നെ ചെയ്യും. കുറേ ഒന്നുമില്ല എന്ന് മാത്രം. എല്ലാ കാര്യങ്ങളും ഇങ്ങനെ കൈവച്ചുള്ള പരിപാടിയുള്ളൂ. അമ്മയ്ക്കൊക്കെ ഇത് ഇവിടം തൊട്ട് ഇവിടം വരെ വരകളാ. എനിക്ക് അതൊന്നുമില്ല. നിറയെ ചിലപ്പോ എടുത്തിടാൻ മറന്നു, അപ്പൊ അങ്ങ് ചെയ്യും. അത് എടുത്തിടാൻ നിക്കണ സമയം കൂടി വിചാരിച്ചിട്ട് അത് ഇടാണ്ട് ചെയ്തിട്ടേ ഞാൻ അല്ലാതെയും ചെയ്യും, ഇട്ടുകൊണ്ടും ചെയ്യും. അപ്പൊ അങ്ങനെ അവസാനത്തെ ചാള ഒന്ന് കഴിയും. ജസ്റ്റ് ഒന്ന് കഴിയാം. എല്ലായിടത്തു കൈ കഴിയിട്ടോ. വീണ്ടും നമ്മൾ തീ കത്തിച്ചു. ചട്ടി കഴുകിയിട്ടൊന്നുമില്ല കേട്ടോ. അതിലേക്ക് നമ്മൾ വീണ്ടും വെളിച്ചെണ്ണ ഒഴിക്കുകയാണ്. മതി 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 മതിയാ. വെളിച്ചെണ്ണ ചൂടാവുമ്പോൾ കുറച്ച് ഉലുവ. ഉലുവ നന്നായിടും. ഇത് അരക്കുവാണെങ്കിൽ നമ്മൾ ഇതിന്റെ പകുതി ഇടുള്ളൂ. നമുക്ക് അങ്ങനെ അരച്ച് ഇതിന്റെ കൂടെ തന്നെ മറ്റേത് വറക്കുന്ന കൂടെ തന്നെ ഉലുവ ഇട്ട് വറുത്തിട്ട് നമുക്ക് അരയ്ക്കാം. അരയ്ക്കുവാണെന്നുണ്ടെങ്കിൽ ഇതിന്റെ പകുതി ഇട്ടാൽ മതി. കയ്പ് വരും. ഉലുവ മൂത്തു കേട്ടാ. ഉലുവ മൂത്തു. അപ്പോൾ വേപ്പിലിട്ടു. പച്ചമുളക് ഈ കടഭാഗം മാത്രം ഇങ്ങനെ അരിഞ്ഞ്, അതായത് 2 പീസാക്കിയിട്ടില്ല. 2 പീസാക്കാണ്ട് കുറച്ച് ഭാഗം വരെ മാത്രം കട്ട് ചെയ്ത് വെച്ചേക്കാം. 2 എണ്ണം ആക്കാണ്ടേ. അതാണ് ഇട്ടത് കേട്ടാ. പച്ചമുളകിൽ വെള്ളം ഉണ്ടായിരുന്നു. അത് ഇട്ട് കഴിയുമ്പോൾ അതിലേക്ക് നമ്മൾ ഇനി അരപ്പ് ചേർക്കാൻ പോവാ അല്ലേ. തീ ഇങ്ങോട്ട് വെച്ചു കുറേ തീ കുറച്ചിട്ട് അരപ്പിടാൻ പോകും. വേണ്ട കഴിച്ചിടണ്ട. ഇതൊരു വെറൈറ്റി കൂട്ടാനായിരിക്കും. ഗംഭീര വെറൈറ്റി അത്. കുടംപുളി നമ്മൾ വെള്ളത്തിലിട്ട് വെച്ചിട്ടുണ്ടായിരുന്നു. മതിയാവും. നമുക്ക് വേണമെങ്കിൽ പിന്നെയും ചേർക്കാം. പക്ഷെ കൂടി പോയി കഴിഞ്ഞാൽ പിന്നെ ഒന്നും ചെയ്യാൻ പറ്റില്ല. അല്ല, കൂടി കഴിഞ്ഞാൽ നമുക്ക് വേഗം പുളി എടുത്ത് മാറ്റും. ജാർ കഴുകിയ വെള്ളം നല്ലോണം തിളക്കട്ടെ. തിളച്ചിട്ട് ഒഴിക്കും. തീ കൂട്ടാല്ലേ? ഒന്ന് തിളച്ചോട്ടെ. ഇത് ചാളിടാൻ പോണോ? ഇടട്ടെ. മിക്സ് ചെയ്ത് കൊടുത്താരേ ചേട്ടാ. ഒന്ന് മിക്സ് ചെയ്താരേ. അല്ല, ജസ്റ്റ് ഒന്ന് മിക്സ് ചെയ്താരേ. ഒഴിക്കാം. മിക്സ് ചെയ്തിട്ടേ മിക്സ് ചെയ്യും. ഇച്ചിരി വെള്ളം കൂടി ഇതിനകത്ത്. കുറച്ച് വെള്ളം കൂടി ഒഴിക്കണം. ഇച്ചിരി ശബ്ദം മുങ്ങിക്കിടക്കുന്നവരല്ല, മീനൊന്ന് മുങ്ങിക്കിടക്കണം. അപ്പോൾ ജസ്റ്റ് വെള്ളം ഒഴിക്കുക. മീൻ വേകാനുള്ള പരിപാടി. മഞ്ഞപ്പൊടി ഇടും. മഞ്ഞൾപ്പൊടി മീന എല്ലാം കഴിഞ്ഞിട്ട് മഞ്ഞപ്പൊടി വറക്കത്തില്ല കേട്ടോ. മൂപ്പിക്കുന്ന കൂട്ടത്തിൽ മഞ്ഞൾപ്പൊടി ഇടില്ല. എല്ലാം കഴിഞ്ഞു. ഇനി മഞ്ഞൾപ്പൊടി. എത്ര മഞ്ഞൾപ്പൊടി? മതി. മഞ്ഞൾപ്പൊടി ഉപ്പും കൂടി ഇട്ട്. ഉപ്പ് മതിയാവില്ല അല്ലേ? ഇച്ചിരി ഇട്ടു. ശകലം കൂടെ നോക്കിയിട്ടിടാം. മൂടി വെക്കാം. മൂടി വെക്കണം അല്ലേ? വെക്കണ്ട ചേട്ടാ. മുടി വെച്ച് തിളച്ചിതെല്ലാം വീഴും. ഇല്ലാന്ന് കൈ കഴുകാൻ വേണം. ഇപ്പൊ തിളയ്ക്കും. തീ കൂട്ടി വെച്ചിരിക്കുമല്ലേ. കൂട്ടാൻ കാണാൻ തന്നെ ജാതി ഗ്ലാമറ. സൂപ്പറാണ്. മീനിന്റെ ടേസ്റ്റ് നോക്കുന്ന ആളാ. അതെ, എന്റെ ഉപ്പ് പുളി ടേസ്റ്ററാണ്. അവനാണ് ടെസ്റ്റർ.
മീൻ്റെ ടേസ്റ്റ് നോക്കാം. അവനാണ് കേട്ടോ സിദ്ധാർത്ഥ്. അവനാ രുചി നോക്കുന്നത്. ആ ശാലിനി ഉണ്ടാക്കുന്ന കറികൾ രുചി നോക്കി പറയുന്നത് ആളാണ്. പറഞ്ഞത് ഇവൻ ഇവിടെ ഇല്ലല്ലോ, പിന്നെ അവനാണ് പറയുന്നത്. അവനെല്ലാം മീൻ കഴിക്കട്ടെ, എല്ലാ സാധനം കഴിക്കും. ആ എന്തുണ്ടാക്കി കൊടുത്താലും ഒരു പ്രശ്നമില്ല. അപ്പൊ ഈ ഇറച്ചി മീനൊന്നും കഴിക്കില്ലെങ്കിൽ ഇവർക്ക് ഫുഡ് ഉണ്ടാക്കുമ്പോ ഇപ്പൊ ഒന്നും നോക്കത്തില്ല. വേറെ വയ്ക്കപ്പോ വെജിറ്റേറിയൻ. ഞാൻ ഇതിന്റെ ഒന്നും രുചിയൊന്നും നോക്കത്തില്ല, അതൊക്കെ അവര് നോക്കും. കറക്റ്റ് ആയിരിക്കും, ഏകദേശമൊക്കെ ഒരു ഉദ്ദേശം വെച്ച് വെക്കുന്നതല്ലേ. ഞാനൊന്നിന്റെ ഉപ്പും പുളിയും ഒന്നും നോക്കത്തില്ല. അവർക്ക് പിന്നെ അങ്ങനെ പ്രത്യേകിച്ചൊന്നും ഇല്ല കേട്ടോ. ഒരു ചമ്മന്തി, ഒരു മെഴുക്കുരട്ടി എന്ന് പറഞ്ഞാൽ ഇവിടെ ഉപ്പേരി എന്ന് പറയുന്നത് അത് മാത്രം മതി. അദ്ദേഹത്തിന്റെ കാര്യമൊക്കെ അങ്ങനെ നടന്നോളൂ. വലിയ ചെലവൊന്നുമില്ല. അതിപ്പം എന്തെങ്കിലും പിന്നെ ഫ്രൈഡ് റൈസോ അല്ലെങ്കിൽ ബിരിയാണി അതിനൊക്കെ വെക്കുകയാണെങ്കിൽ ചോറ് വെച്ചതിന് ശേഷം അതെടുത്ത് മാറ്റി വെക്കും. എന്നിട്ടേ പിന്നെ ഇറച്ചിയൊക്കെ അതിനകത്ത് മിക്സ് ചെയ്യും. അങ്ങനെ കഴിക്കും. മുട്ട കഴിക്കുക, അതുകൊണ്ട് പിന്നെ ആ ഒരു ടെൻഷൻ ഇല്ല. അപ്പൊ പണ്ടേ കഴിക്കില്ല, അത് ഇപ്പൊ അടുത്ത് കഴിക്കാതായത് ഇഷ്ടമില്ല. പണ്ടേ കഴിക്കില്ല. ഒരു ചിക്കനും മട്ടനും ഒന്നും കഴിക്കില്ല. പക്ഷെ എല്ലാം ഉണ്ടാകും. അത് തന്നെ വലിയൊരു പുണ്യം ഞാൻ വിചാരിക്കുന്നു. ഒരു ഗസ്റ്റ് ഉണ്ട്. ആ വായോ. ആളെ വന്ന് കേറിയപ്പോ എന്നെ പറഞ്ഞ ഒരു കാര്യ, ഇവിടെ എനിക്ക് ആരെ കണ്ടില്ലെങ്കിൽ അല്ലൻ ചേട്ടനെ കാണണമെന്ന്. വീഡിയോ കണ്ട് അല്ലൻ ചേട്ടനെ ഇപ്പൊ ഞങ്ങളുടെ ആളായി മാറി. അതുകൊണ്ട് ഞാൻ വന്നപ്പോഴേ പറഞ്ഞു അല്ലൻ ചേട്ടനെ എന്തായാലും ഡ്യൂട്ടി കഴിഞ്ഞ് വന്നോടോ ജഗ്ഗുനോട് ചോദിക്കുവായിരുന്നു. വന്നേ ഉള്ളൂ. അരമണിക്കൂറാ. വന്നപ്പോ തന്നെ ചായ ഒക്കെ കുടിച്ച് ഓ അവിടുന്ന് തന്നെ എല്ലാം കഴിഞ്ഞിട്ട് ഇങ്ങോട്ട് പോന്നല്ലേ ചേട്ടാ, ഇങ്ങോട്ട് വാ. ആലപ്പുഴയില്. ഞാനിപ്പോ വരുന്നത് സൗദി വഴി വന്നിട്ട് ഗുരുവായൂർ വന്ന് ഗുരുവായൂരിൽ നിന്ന് ഇങ്ങോട്ട് വരും. എന്നപ്പോൾ ഒരു ചെറിയൊരു പാചകം ഞങ്ങൾ അജുവേട്ടനായിട്ട് നേരത്തെ ഡിസ്കസ് ചെയ്ത് വെച്ചിട്ടുണ്ടായിരുന്നു. അപ്പോൾ അതൊന്ന് ചെയ്തിട്ട് തിരിച്ച് ഗുരുവായൂർ തന്നെ പോകും. എന്നിട്ടാ കഴിച്ചാലേ ചേട്ടൻ വന്നിട്ട് ദോശ ഒന്നും കഴിച്ചിട്ടില്ലേ? അവര് തമിഴ്നാട്ടിൽ കപ്പലണ്ടി അച്ചക്കപ്പലണ്ടി വെറുതെ ഇതിലിട്ട് നടത്തുന്നത്. എല്ലാ വെക്കേഷനും നിങ്ങൾ അങ്ങോട്ട് പോകും? എല്ലാ വെക്കേഷനും ഇല്ല. ഇപ്പം ഈ വെക്കേഷൻ കൊണ്ടുപോകുന്ന പറഞ്ഞതായിരുന്നു. പക്ഷെ അവന് വെക്കേഷൻ +1 കഴിഞ്ഞിട്ടുള്ള +2 വെക്കേഷൻ ഒരുപാട് ദിവസം ഇല്ലാന്ന് പറഞ്ഞ കാരണം നമുക്കൊരു മിനിമം 2 മാസമെങ്കിലും കിട്ടണം. അല്ല ഉണ്ടായിരുന്നു 2 മാസം, അറിയത്തില്ലായിരുന്നു. ഒരു മാസം സൗദിയിൽ പോയാൽ പക്ഷെ വലിയ കാര്യമില്ല അല്ലേ? ദുബായിലൊക്കെ ആണെങ്കിലല്ലേ കാണാനൊക്കെയും. സൗദിയിൽ കാണാണ്ടാ പുറത്തൊക്കെ ഉണ്ട്. പക്ഷെ ഇവർക്കൊന്നും ഇഷ്ടപ്പെടത്തില്ല. കാര്യം കഴിഞ്ഞാല് ഇവർക്കൊക്കെ എന്ന് പറഞ്ഞാൽ അവിടെ വന്നാലും നാടൻ ഫുഡ് വേണം. രാവിലെ ഇഡ്ഡലി, ചമ്മന്തി, രാവിലെ ദോശ. ഈ പറയുന്ന ആൾക്കും വേണം, പിന്നെ ഞാൻ വെച്ച് കൊടുക്കണം. അത് അല്ലാതെ പുറത്തിറങ്ങിയിട്ട് എന്തെങ്കിലും ഫുഡ് കഴിക്കാൻ തന്നെ ഒരു സാധനം ഇദ്ദേഹം കഴിക്കത്തില്ല. പിന്നെ ആ കഴിക്കുന്ന ഇവർ 2 രൂപ. ഇദ്ദേഹത്തിനാണ് ഒരുമാതിരിപ്പെട്ട ഒന്നും പിടിക്കത്തില്ല. പിന്നെ ഇവരൊക്കെ കഴിച്ചു കൊടുത്താലും കഴിച്ചോളൂ. ഏതാ ഇഷ്ടമുള്ള ഫുഡ്? അങ്ങനെയൊന്നുമില്ല, എല്ലാം കഴിക്കത്തില്ല. അതാ കുറച്ച് മേടിച്ചു കൊടുത്തിട്ട് കുറച്ച് ടേസ്റ്റ് നോക്കിയിട്ട് മാറ്റി വെച്ചേക്കും. അപ്പോ ഈ 2 മാസം കൊണ്ടുപോണതിന്റെ ഉദ്ദേശം തന്നെ ആൾക്ക് നല്ല ഭക്ഷണം കഴിക്കുക, നാടൻ ഫുഡ് കിട്ടാൻ വേണ്ടിട്ടാണ്. 2 ലക്ഷം രൂപ ചെലവാക്കി നമ്മൾ കൊണ്ടുപോകണം പ്രകാരം വേണ്ട. അത് 3:45 എണ്ണിട്ടിട്ട് ഞാൻ റെഡിയാക്കി കൊടുക്കണം. ഇവിടെ എനിക്ക് 5:30 എണ്ണിട്ട് മതി. അയ്യോ, അപ്പൊ അങ്ങോട്ട് പോകണം നഷ്ടല്ലേ? ശരിയല്ലേ, കൊള്ളി പുഴുങ്ങായിരുന്നു. കുറച്ചും കൂടി ഒന്ന് കുറുകാനുണ്ട്, എന്നാലും ടെസ്റ്റർ ടേസ്റ്റ് ചെയ്ത് നോക്കിക്കൊണ്ടിരിക്കുകയാണ്. പുളി ഉണ്ടോനെ? ഉണ്ടോ? പുളിയില്ല. സംസാരം കുറവാണോ? ഇവർ രണ്ടാളും നേരെ ഓപ്പോസിറ്റ് ആണോ സ്വഭാവം? അവർ രണ്ടും കൂടെ കൂടുമ്പോൾ ഭയങ്കര സംസാരവും കാര്യങ്ങളൊക്കെയാണ്. ഒറ്റയ്ക്കൊറ്റയ്ക്കാണെന്നുണ്ടെങ്കിൽ ഇതും മിണ്ടത്തില്ല. ജസ്റ്റ് കമ്പനിയായി കിട്ടിയാൽ മതി. അതെ, അതെനിക്ക് മനസ്സിലായി. അപ്പൊ പിടിച്ച പിടിയാ, പിന്നെ ഇതുവരെ വിട്ടിട്ടില്ല. ഇന്നസെന്റിന്റെ പോലെ മണം വരുമ്പോ അറിയാൻ പറ്റുന്നുണ്ടല്ലേ എല്ലാം ഓക്കെ ആണെന്ന്. അതെ, ആ പുളിയും ഉപ്പും കറക്റ്റ് ആണെങ്കിൽ ആ മണം കറക്റ്റ് മീൻകറിയുടെ തിളയ്ക്കുമ്പോ നമുക്കൊരു മണം കിട്ടും. എന്റെ എല്ലാ ടെസ്റ്ററുണ്ട് മോനെ. അത് കാരണം അവൻ പോണേലും മുന്നേ എല്ലാ പാചകം കഴിക്കില്ലേ? അല്ല, അത് കഴിഞ്ഞ പിന്നെ വൈകിട്ട് ഇതിലാ കഴിക്കുന്നത്, ചട്ടിയില്. അവൻ
ആൾക്ക് മീൻ കറിയാ ഇഷ്ടം? എന്നും വേണം. ആ അമ്മ അവിടെ വെച്ചേക്കണേന്ന് പറയും. അത് എൻ്റെ ആയിരുന്നു. ഞാനില്ലാത്ത അച്ഛനില്ല, അതുപോലെ അച്ഛനിപ്പം വൈകിട്ട് അങ്ങനെ ചോറ് വേണ്ട വന്നാലും. ആ പിന്നെ അവൻ കഴിച്ചോ? എന്ത് കഴിച്ചെന്ന് പറഞ്ഞാലും അതിലിട്ട് ഇച്ചിരി കഴിക്കണം. നല്ല ചേട്ടൻ കൊള്ളിയും കൊണ്ട് വന്നിട്ടുണ്ട്. ഇപ്പം ഇന്ന് പൊളിക്കും. ഈ ഷാപ്പിലെ മീൻ കറിയും പിന്നെ കപ്പ പുഴുങ്ങിയത്. ഇത് ചെണ്ടമുറിനൊക്കെ അത് കുത്തി ചെറുതാക്കിയ സമയമുണ്ട് നമുക്ക് നന്നാക്കാൻ പെട്ടെന്ന്. ഞങ്ങൾ പോയി മീൻ കറി കഴിഞ്ഞാൽ പോട്ടോ. ആണോ? നിങ്ങൾ പിന്നെ അത് പുഴുങ്ങിയിട്ട് ഇതും കൂടെ കൂട്ടി ചേർത്ത് കഴിക്കും. നല്ല സൂപ്പറായിരിക്കും. ഓഫ് ചെയ്തു. കുറച്ച് പച്ച വെളിച്ചെണ്ണ അതിന് മേലെ കൂടെ മേലെ ഒഴിക്കും. പച്ച വെളിച്ചെണ്ണ ഒഴിക്കണം. തീ ഓഫ് ചെയ്തു കേട്ടാ. മൂന്നാമത്തെ വട്ടാണ് വേപ്പില ഇടുന്നത് കേട്ടോ. വേപ്പില അത്യാവശ്യ ഘടകമാണ് മീൻ കറിയിൽ. ഏറ്റവും വലിയൊരു ഘടകമാണ്. അപ്പൊ അവിടെ എന്ത് ചെയ്യും? മേടിക്കും. നമ്മുടെ സൂപ്പർ മാർക്കറ്റിൽ മേടിക്കാൻ കിട്ടും. ലുലുലും മറ്റേ നെസ്റ്റ് ഓയിൽ അവിടെ മേടിക്കാൻ കിട്ടും. നമ്മുടെ നാട്ടിൽ നിന്ന് കറിവേപ്പില വരുന്നുണ്ടോ? പക്ഷേ ഭയങ്കര വിലയാണെന്നേ ഉള്ളൂ. ഈ ഒരു 4-5 തണ്ട് കറിവേപ്പിലേക്ക് 5 റിയാൽ എന്ന് പറയുമ്പോഴത്തേക്ക് ഇവിടുത്തെ 100 രൂപ. അയ്യോ അത്രയാവും. ഞങ്ങൾ മേടിച്ചതാ. ഞാൻ ഇവിടെ നിന്ന് ഒരു ടിന്ന് മുഴുവൻ കൊണ്ടുപോയി. അത് തീർന്നു കഴിഞ്ഞപ്പോൾ പിന്നെ കൂട്ടാൻ സെറ്റായി. ഇത് അടച്ചു വെക്കണ? അടച്ചു വെച്ച് അത് കഴിഞ്ഞിട്ട് തന്നെ ബാക്കി കാര്യങ്ങൾ അജോട്ട കപ്പ പുഴുങ്ങി കഴിച്ചിട്ട് ബാക്കി വീഡിയോ ഞാൻ കാണണം. എന്നാ കാണാൻ പറ്റുക? അയ്യോ കപ്പ പുഴുങ്ങി കഴിച്ചിട്ട് പോയാ പോരെ? അയ്യോ നമുക്കിത് ഉണ്ടാക്കി എന്നിട്ട് നിങ്ങൾ കഴിക്കണില്ലെങ്കിൽ അത് കുഴപ്പമില്ല. അജോട്ടൻ അത് കഴിച്ചതിന്റെ ടേസ്റ്റ് പറഞ്ഞിട്ട് അല്ലെങ്കിൽ കഴിച്ച് ടേസ്റ്റ് പറഞ്ഞിട്ട് ആ വീഡിയോ ഞാൻ കണ്ടോളാം. അതന്നെ കുറച്ച് സമയം അത് കുറച്ച് നേരത്തെ ഇത് തോന്നിയില്ല. തോന്നിയെങ്കിൽ ഇത് ഇതിന്റെ ഒപ്പാകായേനെ. അത് കുഴപ്പമില്ല. ഇത് നമ്മളെ നാട്ടിലും കൊള്ളിയും മീൻ കറിയും നമ്മൾ സ്ഥിരമായിട്ട് കഴിക്കുന്നതാണ്. അതുകൊണ്ട് പിന്നെ അതൊരു പ്രശ്നമല്ല. ഉച്ചക്ക് എന്താ കഴിച്ചേ? ചോറുണ്ട്. ചോറുണ്ട്. ഇപ്പൊ ചോറുണ്ട് വേണമെങ്കിൽ ചോറ് കൂട്ടിയിട്ട് ഇത് കഴിക്കണോ? വേണ്ട. അല്ല അവര് പിന്നെ ഇത് എപ്പോഴും ഉണ്ടാക്കി കഴിക്കണ കാരണം വൈകുന്നേരം നമ്മളത് കയറണം. രാവിലെ വെളുപ്പിന് എന്നെ ചമ്പളത്തിൽ പോകുന്ന നടക്കത്തില്ല. വൈകുന്നേരം ചെന്നിട്ട് ഒന്നുകൂടെ ഒന്ന് കുളിച്ചിട്ട് അപ്പൊ പിന്നെ ആർക്കും ഇത് കഴിക്കാനും പറ്റില്ല അല്ലേ? അതുകൊണ്ടാണ് ഞാൻ വേണ്ടെന്ന് പറഞ്ഞത്. അപ്പൊ ഇനിയിപ്പോ നോൺ വെജ് പിള്ളേർക്ക് മേടിച്ച് കൊടുക്കണം. അവർ രണ്ടുപേരും അതിന് വേണ്ടി നിൽക്കുക. ഉച്ചയ്ക്കും വെജാ കഴിച്ചത്. പിന്നെ അമ്പലത്തിൽ തൊഴുത് ഇറങ്ങിയിട്ട് വേണം നോൺ വെജ് എന്തെങ്കിലും മേടിച്ച് കൊടുക്കാനായിട്ട്. ഇപ്പൊ നാളെ രാവിലെ ഇനി കെട്ട് എന്താ പറയാ കല്യാണം. അപ്പൊ പിന്നെ ഇനി തൊഴാനൊന്നും സമയം കിട്ടില്ല. അതുകൊണ്ട് അവർക്ക് ഇന്ന് ഇപ്പൊ ചെന്നിട്ട് വേണം. ചെന്ന് റൂമിൽ കുളിച്ചിട്ട് വേണം ഇനി അവർക്ക് തൊഴാനായിട്ട്. അപ്പൊ അവര് പോവാണ്. നമുക്കിത് ഉണ്ടാക്കി തരലാണ് അവരുടെ ഉദ്ദേശം. അത്ര ഉണ്ടായിരുന്നു. കൂടെ ഒരു വീഡിയോ ചെയ്യാന്നുള്ളതായിരുന്നു എന്റെ ഉദ്ദേശം. അത് ഏതായാലും നിറവേറി. അപ്പൊ അമ്പലപ്പുഴ ചാളക്കുട്ടൻ ജയ്. അപ്പൊ ഇനി ഇത് കഴിച്ചിട്ട് അജുവേട്ടനും അല്ലൻ ചേട്ടനും സരിത അതിന്റെ കാര്യങ്ങൾ കറക്റ്റായിട്ട് പറയും. എല്ലാരും കാണുക. ഞാൻ ഉപ്പ് നോക്കി അടിപൊളിയാണ് സാധനം. അടിപൊളിയാ. അത്രേ ഉള്ളൂ. നമ്മൾ ഇതുവരെ ചെയ്യാത്തൊരു കൂട്ടാനാണ്. അതെ ഒരു വെറൈറ്റി ഉണ്ട്. അപ്പൊ ശരി. ശരി അപ്പൊ ജഗ്ഗു അല്ലൻ ചേട്ടാ കാണാം. ഇനി വീണ്ടും ഞാൻ തൃശ്ശൂർക്ക് ഇടയ്ക്ക് വരും. ഇപ്പൊ ഉടനെ ഒന്നും ഉണ്ടാവില്ല. വരുമ്പോ കാണാം. ചക്ക കാരണത്ത് കയറ്റി. എനിക്ക് ആഗ്രഹം ഉണ്ടായിരുന്നു 2 തിലോപ്പിയോട് ഇവിടുന്ന് കൊണ്ടുപോകണമെന്ന്. പക്ഷെ അതിനിപ്പോൾ ഉള്ള സമയവും സാഹചര്യവും അനുവദിക്കാത്തതുകൊണ്ട് വരുമ്പോൾ ഞാൻ എന്തായാലും മീനെ കൂടെ കൊണ്ടുപോകും. അപ്പൊ ശരി അപ്പൊ ബൈ. അപ്പൊ കൊള്ളി പുഴുങ്ങാനൊന്നും നേരമില്ല. ലൈറ്റ് പോയി. പിന്നെ ചേട്ടന് ഇത് ടേസ്റ്റ് ചെയ്യാനായിട്ടുള്ള ധൃതിയായി. അപ്പൊ ചേട്ടൻ ഞാനിതുവരെ തൊട്ട് നോക്കിയിട്ടില്ലല്ലോ. ഞാൻ ആദ്യമായിട്ടാണ് നോക്കാൻ പോണത്. അപ്പൊ നമ്മൾ കൂട്ടാൻ എടുക്കാൻ പോണ ചൂടുണ്ടാവും. കൊള്ളി പുഴുങ്ങിയിട്ട് രാത്രിയിൽ വേണമെങ്കിൽ നോക്കാം അല്ലേ? അല്ലെങ്കിൽ ഇനി നാളെ നോക്കാം. അപ്പൊ ചേട്ടൻ ടേസ്റ്റ് ചെയ്യാൻ പോവാണ്. ഇളക്കൊന്നുമില്ല. അതായത് ചോറ് ഇത്തിരി എടുത്തിട്ടുണ്ട് ഞാൻ കേട്ടാ. കുടംപുളിയിലിട്ടുന്ന കുടംപുളി എനിക്ക് കിട്ടോ. പുളി വൈകുന്നേരം ആകുമ്പോഴേക്ക് ശരിക്കും ഇറങ്ങിയോളൂ. ഇത്തിരി എടുത്തിട്ടുണ്ട്. സരിതാനല്ല ഇത്തിരി കൂട്ടാൻ കൊടുത്തയക്കിന്. ഭയങ്കര ചൂട്. വെളിച്ചം പോകുമ്പോഴത്തേക്കും ബാഗ് എടുക്കാൻ വേണ്ടിയിട്ടാണ് കേട്ടോ ചേട്ടൻ സാഹസം കാണിക്കുന്നത്. അല്ലെങ്കിൽ പിന്നെ ചേട്ടൻ അങ്ങനെ ചൂട്ടോടെ കഴിക്കില്ല എന്ന് നിങ്ങൾക്കറിയാലോ. ചൂടാറിയിട്ട് മാത്രം ചേട്ടൻ കഴിക്കാറുള്ളൂ.
എന്നിട്ട് ആലോചിക്കണേ എങ്ങനെയുണ്ട്? ഞാൻ ഇത്രയ്ക്കധികം ഉലുവിടുമ്പോൾ കയ്പുണ്ടാവുമോ എന്നൊരു പേടി. അതാണ് അവർ പ്രത്യേകം എടുത്തു പറഞ്ഞത്. അങ്ങനത്തെ ഒരു സാധനം പോലില്ല. അതുകൊണ്ടാണ് അവർ എടുത്തു പറഞ്ഞേ അരയ്ക്കാനാണെങ്കിൽ ഇത്ര ഉലുവ എടുക്കരുതെന്ന്. അരയ്ക്കാനാണെങ്കിൽ അത് എടുത്തു കഴിഞ്ഞാൽ ഭയങ്കര കയ്പ്. ഇത് വെളിച്ചെണ്ണയിൽ പൊട്ടിക്കല്ല ചെയ്ത് ഇത് കാരണം. നല്ല ചേട്ടാ, നല്ല ചേട്ടൻ നീ കഴിച്ചിട്ട് ടേസ്റ്റ് പറയും. ചോറിന കലക്കനാട്ടാ സരിത ഇതിന്റെ ഒരു ഉരുള നീന്നുണ്ടായി ഇത് ഞാൻ കൊള്ളി പുഴുങ്ങി തിന്നാൻ നിൽക്കില്ല. ഞാൻ അല്ല ചേട്ടാ അവിടെ പോയിട്ട് കൊള്ളി പുഴുങ്ങോ? കൊള്ളി പുഴുങ്ങി ഞാൻ രാത്രി കുറുക്കല്ലേ അപ്പൊ അത് കാരണം ഞാനിത് കൊണ്ടുപോണ് സീമിക്ക് കൊടുക്കാം, സുമാക്കറിന് കൊടുക്കാനായിട്ടുള്ള അമ്പലപ്പുഴ അമ്പലപ്പുഴ പാൽപ്പായസം നമ്മൾ കേട്ടിട്ടുള്ളൂ. നിങ്ങൾ ഈ പുതിയതായിട്ട് അമ്പലപ്പുഴ മത്തിക്കറി അവിടെ മത്തിക്കറി പറയാ. ഞങ്ങളിവിടെ തൃശ്ശൂർ ഭാഷ ചാളക്കറി നല്ല കൂട്ടാണല്ലേ കൊണ്ടുപോകും. പെരുംജീരകത്തിന്റെ ഒക്കെ മണയും നമ്മൾ പെരുംജീരകം ഒന്നും സാധാരണ മീൻ കൂട്ടാനിലിടില്ലല്ലോ. അതിന്റെ ഒക്കെ ഒരു മണം കാരണം നമുക്കൊരു വെറൈറ്റി തോന്നുന്നുണ്ട്. സാധാരണ നമ്മൾ കഴിക്കുന്ന ഒരു ചാള കൂട്ടാന് മത്തിക്കറിയല്ല, ടോട്ടലി ഡിഫറെന്റ്. അപ്പൊ ശരിയല്ലേ ചേട്ടാ? ജഗ്ഗുനൊരു ഉരുളോട് ജഗ്ഗുനൊരു ഉരുളയിൽ അവസാനിപ്പിക്കാം വീഡിയോ. നമ്മുടെ ക്യാമറ ചെയ്യാനൊന്നും ഇതിനില്ല, അതുകൊണ്ട് ജഗ്ഗു ഞാനും മാറി മാറിയാണ് എടുത്തത് കേട്ടാ. അതിൻ്റെ സാധനം ജഗ്ഗു തലമാന്തി അറിയണ്ടേ. അപ്പോൾ സൂപ്പർ സാധനം കേട്ടോ. സൗദിയിൽ നിന്ന് വന്നിറങ്ങിയിട്ട് നമ്മുടെ വീട്ടിലേക്ക് വന്ന സജീവിന് വളരെ നന്ദി. ഈ കൂട്ടാൻ വെച്ച് തന്നതിൽ ഇത് ഇത്രയും ടേസ്റ്റ് ഉള്ള ഒരു കൂട്ടാൻ നമുക്ക് വേണ്ടി വെച്ച് തന്നിട്ട് അവർ പോയി. കുറെ പേർക്ക് കഴിക്കാൻ പറ്റില്ല എന്ന് അവർക്ക് അറിയാം, എന്നാലും നമുക്ക് വെച്ച് തരാൻ വേണ്ടി അവർ വന്നിട്ട് അവർ പോയി. അത്ര സ്നേഹമാണ് അവർക്ക്. ഭയങ്കര ഇഷ്ടമാണ്. അപ്പോൾ നമുക്ക് നിർത്താം. അടുത്ത വീഡിയോ കാണുന്നവരെ നന്ദി, നമസ്കാരം.